നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് അങ്ങനെ ഡോണും മോനുമായിട്ട് വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. എൻ്റെ കാല് കൊണ്ട് ഡ്രസ്സ് ചെയ്യണം. 2 ദിവസം ചെല്ലണമെന്നാണ് പറഞ്ഞത്. കുരു കയറിയല്ലായിരുന്നു, അതുകൊണ്ട് 2 ദിവസം വേണം. എൻ്റെ കാലിൻ്റെ പുറത്തൂടെ ഒരു തുണിയും കൂടെ ഒക്കെ വെച്ച് കെട്ടി അവനെ തൂറാനും പിടിക്കാനും ഒക്കെ വെളിയിലോട്ട് വിടുന്നത്. മൊത്തം അഴുക്കാക്കിയിട്ടുണ്ട്. ഇന്നലെ കൂട്ടി തന്നെ ആയിരുന്നു. എന്നിട്ട് കിട്ടിയ സമയത്ത് അവനെ പുറത്തോട്ട് ഇറക്കിയപ്പോഴത്തേക്ക് അവനുള്ള ചെളിക്കകത്തും അഴുക്കിനകത്തും എല്ലാം പോയി. എന്താ നടന്നു വരുന്ന വഴിക്കും അവൻ ആ റോഡിൽ അവിടെ ചെളിയുണ്ടോ അതിനകത്തോട്ടേ പോകത്തുള്ളൂ, സൈഡിലോട്ട് അവൻ പോകത്തുള്ളൂ. ചെളിക്കകത്തോട്ട് തന്നെ അവൻ നടക്കത്തുള്ളൂ. നടുക്ക് നല്ല സ്ഥലം ഉണ്ടായാൽ അതിലേക്കൂടെ അവൻ നടക്കത്തില്ല. അതാ അവൻ്റെ ശീലം. ചെളിക്കകത്തൂടെ പോകുന്നതാണ്. ഇത് കാല് ചെറുതായിട്ട് തൊലി പോയപ്പോൾ തൊട്ട് ഞാൻ അവനോട് പറയുന്നുണ്ട്, പലവട്ടം അടിയും കൊടുത്ത് അവനെ ഞാൻ ചെളിക്കകത്ത് നിന്ന് കയറ്റിയത്. എന്നിട്ട് പോലും അവനത് കേൾക്കാതെ ചെയ്തിട്ട് ഇന്നിപ്പോൾ എന്ത് വേണ്ടി ബുദ്ധിമുട്ടാണെന്ന് നോക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം മോള് ഡെയിലി വരുക, ഇവനെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം. ഇനിയിപ്പോൾ കൊണ്ടുപോകാം. പുറത്ത് വേറൊരു തുണിയും കൂടെ വെച്ച് ഞാൻ കെട്ടിക്കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം അഴുക്കാക്കി അവൻ. മഴ പെയ്തില്ല, അതുകൊണ്ട് പിന്നെ നനഞ്ഞിട്ടില്ല, എന്നാലും അഴുക്കിനകത്താക്കി. പിന്നെ വണ്ടിക്കകത്ത് കയറി ഇരിക്കുന്ന നോക്കും. അവനും എല്ലാം അറിയണം ബുദ്ധിമുട്ടുകൾ. വേദനയുണ്ട്, നല്ല വേദന. അതുകൊണ്ട് വെള്ളമൊക്കെ വെക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലെത്തി ചീട്ടെടുക്കാനാ. പിന്നെ ഒരു കാര്യമുണ്ട്, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വലിയ വേഗമൊന്നുമില്ല. അവിടെ കണ്ട് ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അവനെ പോലത്തെ പല പല സൈസുകൾ അവിടെ ഉണ്ട്. ആരെ കണ്ടാലും അവൻ മൈൻഡ് ചെയ്യത്തില്ല. അവരൊക്കെ പക്ഷേ ഇവനെ കാണുമ്പോൾ ഒന്ന് ചാടി വരാനും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അവന് ഒരക്ഷരവും മിണ്ടത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ആരാന്ന് പറഞ്ഞാലും അവൻ മൈൻഡ് ചെയ്യത്തില്ല. എന്നാലും ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാം ഇതേപോലെയൊക്കെ തന്നെ ഉള്ള അസുഖങ്ങളാണ്. ഇവൻ്റെ കൂട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇതേ അസുഖം തന്നെ. കാലിൻ്റെ വെള്ളയും കാലിൻ്റെ വെള്ളം എല്ലാം മുറിച്ച് പുഴു കയറിയ ആണ് വരുന്നത്. ഇവർക്ക് പെട്ടെന്നാണ് പുഴു കയറുന്നത്. ഈച്ച കയറും നമ്മളറിയത്തില്ലല്ലോ. ഈ രോമം ഒത്തിരി ഉള്ളതുകൊണ്ട് ഇടങ്ങിലൊക്കെ മുറിഞ്ഞിരുന്നാൽ നമ്മളറിയത്തില്ല. പെട്ടെന്ന് ഈച്ച വന്ന് അത് പുഴുവായി അങ്ങ് മാറും. അപ്പോൾ ഇന്ന് ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു. 2 ദിവസം വരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. മുറിവ് നല്ലപോലെ കരിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. മഴ ഒന്ന് മാറിയതുകൊണ്ട് ഒരു ചെറിയ സമാധാനമുണ്ട്. ഇവിടെ വന്നപ്പോൾ അവന് മനസ്സിലായി അവനെ ഇഞ്ചക്ഷനൊക്കെ എടുക്കാനാണെന്ന്. അവൻ തിരിഞ്ഞ് നിൽക്കുക. നമ്മൾ വിളിച്ചിട്ടൊന്നും വരാൻ മൈൻഡ് ചെയ്യാതൊക്കെ നിൽക്കുക. തോണ്ടി വിളിക്കുന്നുണ്ട്, എന്നിട്ടൊന്നും അവൻ നോക്കുന്നില്ല. അവനൊന്നും കാണണ്ടെന്നും പറഞ്ഞ് നിൽക്കുക. ഇങ്ങോട്ട് വിളിച്ചിട്ട് പോലും അവനെ നിൽക്കുന്നില്ല. അവൻ തിരിഞ്ഞു പോകുന്നു. ഇന്നാണെങ്കിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവൻ്റെ കൂട്ടുള്ളതുണ്ട്, നാടനുണ്ട്, പൂച്ചയുണ്ട്. അങ്ങനെ ഒരുപാട് സൈസ് ആൾക്കാർ. കേട്ടോ, ഇന്ന് അവൻ്റെ കൂട്ടുള്ള ഒരെണ്ണത്തിനെ കിട്ടി നോക്ക്. സെയിം കളറും സെയിം. അത് 10 വയസ്സുണ്ട് ഉണ്ട് അതിന്. അതും ഇതേപോലെ തന്നെ കൈയുടെ മുട്ടയില അവർ കണ്ടില്ല, അത് പുഴു കയറി. ഇന്ന് കണ്ട വലിയ കെട്ടൊക്കെയാണ് കൊണ്ടിന്ന് കെട്ടിയേക്കുന്നത്. ഞാൻ ഇച്ചിരി നല്ലപോലെ അങ്ങ് ചുറ്റി കെട്ടാൻ പറഞ്ഞു. അവനെ അഴുക്ക് പറ്റിക്കുന്നതുകൊണ്ട് നമുക്ക് വീട്ടിൽ ചെന്ന് ഒന്നും കൂടെ അതിൻ്റെ പുറത്തുകൂടെ കോട്ടണിട്ട് കെട്ടാം. എന്നാലും ഇവിടെ നല്ല രീതിയിലൊന്ന് കെട്ടാൻ പറഞ്ഞുകൊണ്ട് അവർ വലിയ കെട്ടൊക്കെ കെട്ടി. കണ്ടാ, ആ പട്ടിയാണെങ്കിൽ അവനെ കണ്ടുകൊണ്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ നോക്കുന്ന പോലും ഇല്ല. അതാ രസം. സാധാരണ ഒരു പട്ടി കുറച്ചാൽ അവൻ അങ്ങോട്ടൊക്കെ നോക്കത്തില്ല. ഇവൻ അങ്ങോട്ട് നോക്കുന്ന പോലും ഇല്ല. ഈ വണ്ടിക്കകത്തൊരു പട്ടി ഇരിപ്പുണ്ട് അവൻ്റെ കൂട്ടുള്ള. അത് മണം പിടിച്ച് അതിൻ്റെ പുറമെ നിന്നുകൊണ്ട് അവിടെ പിടിക്കുകയും ചെയ്യും. അതുകൊണ്ടാ അവനത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് പക്ഷേ അവനെ കണ്ടുകൊണ്ട് 5-6 കുറേയൊക്കെ കുറച്ച്. അതിന് 10 വയസ്സില്ല, അവൻ 5 വയസ്സില്ല. അവൻ സെയിം കളറും ഒരേപോലെ ഇരിക്കും. ഇന്ന് പുഴുവൊന്നുമില്ലായിരുന്നു കേട്ടോ. ഡ്രസ്സ് ചെയ്ത് മുറിവ് ചെറുതായിട്ട് കരിയുന്നുണ്ട്. നല്ലതുപോലെ ഡ്രസ്സ് ചെയ്ത് ഇച്ചിരി നല്ല രീതിയിലൊക്കെ മരുന്നും പൊടിയൊക്കെ അകത്തോട്ടിട്ട്. അത് വങ്ക് പോലെ അങ്ങ് പെട്ടെന്ന് വന്നതല്ലേ. അത് കാലിൻ്റെ വെള്ളക്കായതുകൊണ്ടേ പെട്ടെന്നായിരുന്നു. അവനെ ചെളിക്കകത്തെല്ലാം നടന്ന് അവിടെ അഴുക്കും ചെളിയായിട്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആയതാണ്. ഇനിയിപ്പോൾ ഇത് മാറുന്നിടം വരെ അവനെ കൂട്ടിലിടാനേ പറ്റത്തുള്ളൂ. കൂട്ടിലിടക്കം നടക്കത്തുള്ളൂ. ഇവൻ്റെ കൂട്ടുള്ള ഒരുപാടെണ്ണം അവിടെ ഇവിടെ നിൽപ്പുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്.
അവൻ്റെ പണി നോക്കും. ആ കാറിനകത്ത് കയറി അങ്ങ് പെടുത്തും. ഓടി നടന്ന കണ്ട കാറിനകത്തെല്ലാം അവനങ്ങ് പെടുത്തും. നമ്മുടെ കാറിനകത്ത് എടുക്കുന്നില്ല. നല്ല വേദനയുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് അവനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാല് നിലത്ത് ഉറപ്പിക്കുമ്പോൾ അവൻ മുഴുകുറുപ്പുന്നുണ്ട്, നോവുന്നത് കൊണ്ട്. എന്താ ചെയ്യാൻ, അവൻ തന്നെ വരുത്തി വെച്ചതല്ലേ. നമുക്ക് കൊണ്ടുപോയി കാണിച്ചത് കറക്റ്റ് സമയത്ത് തന്നെ കൊണ്ടുപോയത് കൊണ്ട് കാര്യമായി. അതിലേക്ക് മുഴുവൻ വെള്ളോട്ട് കയറിയെങ്കിൽ തന്നെ അവനെല്ലാവരും നടന്ന് പനിനീര് തെളിക്കുക. അവരോടെന്തോ വൈരാഗ്യം ഉണ്ടെന്ന് നോക്കി അവൻ നടന്നങ്ങ് പനിനീര് തെളിക്കുക. 3 ഇഞ്ചക്ഷനാണ് ഒരു ദിവസം. പിന്നെ 3 ആൻറ്റിബയോട്ടിക്കിൻ്റെ 3 ഗുളിക ഒരു ദിവസം കൊടുക്കുന്നത്. ഫുഡ് ഇച്ചിരി പുറന്നോട്ടായി കേട്ടോ. ഇന്നലെ ഒന്നും ഫുഡ് വലുതായിട്ട് കഴിച്ചില്ല. 30 കിലോ വെയിറ്റ് ഉണ്ടല്ലോ. വെയിറ്റ് കുറഞ്ഞവന്, ഒരുപാട് വെയിറ്റ് കുറഞ്ഞു. പിള്ളേർ ഒരുപാട് രോമമുള്ള പട്ടികളൊക്കെ വളർത്തുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഇവരെ എവിടെയെങ്കിലുമൊക്കെ കൈയുടെ മുട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. ഇവന് നേരത്തെ അങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് നടന്നങ്ങ് പനിനീര് തെളിക്കുക. അവന് ഒരു 10-15 എടുക്കുക അവനങ്ങ് പനിനീര് തെളിച്ചു. അടുത്താണ് തെങ്ങേല. തെങ്ങയിലും തെളിച്ചു. പെട്ടെന്ന് ഇവർക്ക് ബാക്കിയുള്ള നാടൻ പട്ടികൾക്ക് അത്രയും കുഴപ്പമില്ല. നമുക്ക് നാടൻ ഉണ്ട്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉഴു കയറുന്നത്. അത് അവരും ഡോക്ടർമാരും പറഞ്ഞു 1 ദിവസം മതി അവർക്ക് പെട്ടെന്ന് ഇതായിട്ട്. ഈച്ച വന്നു പോയാൽ പെട്ടെന്ന് ഒരു ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് മുഴുവായി മാറുക. അത് കണ്ടതുകൊണ്ട് കാലിൻ്റെ വെള്ളയ്ക്ക് അത് കണ്ടതുകൊണ്ട് കാര്യമായി. മേളി മാത്രം നമ്മൾ മരുന്നിട്ടുകൊണ്ടിരുന്നതിനല്ലെങ്കിൽ കണ്ടപ്പോഴത്തേക്കൊരു ഭയങ്കര ഒരു കുഴി പോലായി. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അതിനെ കൊണ്ടുവന്ന് ഡ്രസ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. 2-3 ദിവസം കൂടെ കൊണ്ടുവന്നിട്ട് നാളെ കൊണ്ടുപോയിട്ട് പിന്നെ അവർ മരുന്നും പൊടിയും സ്പ്രേയൊക്കെ തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വേറൊരുത്തനെ കണ്ട അവനെ കണ്ടുകൊണ്ട് വേളം വെക്കുക. നക്കാതിരിക്കാൻ അവർക്ക് ഇത് കഴുത്തിന് ബെൽറ്റ് പോലെ ഇട്ടേക്കുന്നുണ്ടോ. അവരുടെ മുറിവ് അവർ തന്നെ നക്കി ഇതാക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഉണ്ടോ ലോണിന് അങ്ങനെ ഇടണമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അവനിപ്പോൾ ഇത്രയും വലിയ മുറിവ് കെട്ടി വെച്ചേക്കുന്നുണ്ട്. അവൻ നക്കി തുടക്കാനൊന്നും നിൽക്കത്തില്ല. നമുക്ക് അതിൻ്റെ പുറത്ത് ഒന്നും കൂടെ കോട്ടം വെച്ച് ചുറ്റാം. ഇവിടെ വന്ന് നോക്കണം. കൊച്ചു പിള്ളേരും വലിയ പിള്ളേരും എല്ലാ സൈസും ഉണ്ട്. പൂച്ചയുണ്ട് കുറേ. എല്ലാത്തിനും ഈ കാലാവസ്ഥയിൽ ഉള്ള പരിപാടിയായി കൈയും കാലും എല്ലാം പൊട്ടി പുഴുവാകുന്നത്. അവിടെ വന്ന എല്ലാ ഭൂരിപക്ഷം ആൾക്കാരുടെ അതിനകത്തും പുഴു കയറിയേക്കുക. അതാ അവിടുത്തെ അവസ്ഥ. അപ്പം ഡോണിനെ കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ചുകൊണ്ട് വരുവാണ്. നമ്മുടെ വീഡിയോ കണ്ട് ഇന്നലെ കമൻറ്റൊക്കെ ഇട്ടത് ഞാൻ കണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ കുഴപ്പമില്ല, അവർ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.